കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട പോക്സോ കേസിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ? പ്രണയവും വിവാഹവും ലവ് ജിഹാദോ നിർബന്ധിത മതപരിവർത്തനമോ ആയിരുന്നു? ദേശീയ തലത്തിൽ ഉൾപ്പെടെ വിഷയം ആളിക്കത്തുമ്പോൾ പുതിയ വാദവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രാഹുൽ ഈശ്വർ. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായെന്നും വിവാഹവുമായി ബന്ധപ്പെട്ട് ഭർത്താവിനെതിരായ കുറ്റം നിലനിൽക്കില്ലെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. പെൺകുട്ടിയുടെ അനുജന്റെ ജനനത്തീയതി കാണിച്ചാണ് തെറ്റിദ്ധാരണ പരത്തുന്നത്. 2008 ജനുവരി 1 പെൺകുട്ടി ജനിച്ചതെന്ന് പറഞ്ഞ രാഹുൽ അതിൻ്റെ രേഖകളും പുറത്തുവിട്ടു. അതേസമയം മധ്യപ്രദേശ് പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ അന്വേഷണം തുടരുകയാണ്. കേസ് അന്വേഷണവുമായി കേരളത്തിലെത്തിയ പോലീസ് പെൺകുട്ടിക്കും പങ്കാളി ഫർമാനുമായി തിരച്ചിൽ വ്യാപിപ്പിച്ചു. കഴിഞ്ഞ ദിവസം കൊച്ചിയിലെത്തിയ മധ്യപ്രദേശ് പോലീസ് സംഘമാണ് കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയെയും ഭർത്താവ് ഫർമാൻ ഖാനെയും കണ്ടെത്താനായി അന്വേഷണം നടത്തുന്നത്. പെൺകുട്ടിയുടെ മൊഴിയെടുക്കണമെന്നാണ് മധ്യപ്രദേശ് പോലീസിന്റെ ആവശ്യം. പെൺകുട്ടിയെ ഹാജരാക്കാൻ നേരത്തെ ഇവർക്ക് താമസസൗകര്യം ചെയ്തു കൊടുത്തവരോടും പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പെൺകുട്ടിയുടെയും ഫർമാന്റെയും മൊബൈൽ ടവർ ലൊക്കേഷൻ അവസാനമായി കാണിച്ചത് തൃക്കാക്കര ബിനാനിപുരം ഭാഗങ്ങളിലാണെന്നാണ് കണ്ടെത്തൽ. അതിനാൽ പെൺകുട്ടിയെ കണ്ടെത്താനായി കൊച്ചി പോലീസിന്റെ സഹായവും തേടിയിട്ടുണ്ട്. വിവാഹ സമയത്ത് ഒപ്പമുണ്ടായിരുന്നെന്ന് പറയുന്ന സുഹൃത്തിനായും മധ്യപ്രദേശ് പോലീസ് അന്വേഷണം നടത്തിവരുന്നു. അതേസമയം സംരക്ഷണം തേടി പെൺകുട്ടി കഴിഞ്ഞ ദിവസം കൊച്ചി പോലീസിന് അപേക്ഷ നൽകിയിരുന്നു. മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കരുതെന്നാണ് പെൺകുട്ടിയുടെ ആവശ്യം. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ കണ്ടെത്തലിനെ തുടർന്നാണ് മധ്യപ്രദേശ് പോലീസ് ഫർമാനെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത്. പെൺകുട്ടിക്ക് 16 വയസ്സല്ലെന്നും 18 തികഞ്ഞെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. അവരെ മധ്യപ്രദേശ് സർക്കാരിന്റെ ഒത്താശയോടെ വേട്ടയാടുകയാണ്. കേരളത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ കേരളം പിന്തുണയ്ക്കണം. പെൺകുട്ടിയുടെ അനുജന്റെ ജനനത്തീയതി കാണിച്ചാണ് തെറ്റിദ്ധാരണ പരത്തുന്നതെന്നും രാഹുൽ ഈശ്വർ. ഫർമാൻ എങ്ങനെയാണ് ആ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ആധാർ കാർഡ് എടുത്തത്? ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ആധാർ കാർഡ് എടുക്കാൻ പറ്റുക? കൃത്യമാണ്. ഈ കുട്ടി ജനിച്ചത് 2008 ജനുവരി 1 2009 ഡിസംബർ 30 ഈ കുട്ടിയുടെ സഹോദരനാണ് ജനിച്ചു എന്ന് ആണ് ഇവർ പറയുന്നത്. ആ സഹോദരൻ ജനിച്ചതിനെ മൊണാലിസ ജനിച്ചതായി ചിത്രീകരിച്ചുകൊണ്ട് മൊണാലിസയ്ക്ക് 16 വയസ്സേ ആയുള്ളൂ എന്നാണ് മൊണാലിസയും ഫർമാനെയും പിരിക്കാൻ ആഗ്രഹിക്കുന്നവർ, തെറ്റിക്കാൻ ആഗ്രഹിക്കുന്നവർ, തിരിച്ചു കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യുന്നത്. മധ്യപ്രദേശിലെ മഹേശ്വർ പോലീസ് സ്റ്റേഷനിലെടുത്ത കേസിൽ ഫർമാൻ ഖാന്റെ അറസ്റ്റ് ഈ മാസം 20 വരെ ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന കേസാണ് ഭർത്താവിനെതിരെ മധ്യപ്രദേശ് പോലീസ് ചുമത്തിയിട്ടുള്ളത്. അതിനിടെ പോലീസ് ഇടപെടൽ തടയണമെന്നാവശ്യപ്പെട്ട് പെൺകുട്ടിയും ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് സൂചന. ന്യൂസ് 18 കൊച്ചി, തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.